ഹായ് ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആലിസ് മാത്യു. ഇന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം അതിപ്രധാനമായ ഒരു ദിവസമായിരുന്നു. എന്തായിരുന്നെന്നോ? വാകത്താനം YWCA മെമ്പേഴ്സ് അവരുടെ വേൾഡ് വീക്ക് ഓഫ് പ്രയറിന്റെ സമാപന ദിവസത്തിൽ മുഖ്യ പ്രഭാഷണത്തിനു വേണ്ടി എന്നെയാണ് ക്ഷണിച്ചത്. ഞാനത് അത്യന്തം സ്നേഹത്തോടു കൂടി തന്നെ സ്വീകരിച്ചു. കേരളത്തിൽ വന്നിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഒരു പബ്ലിക് സ്പീച്ച് കൊടുക്കുന്നത്. YWCAയുടെ വേൾഡ് വീക്ക് ഓഫ് പ്രയറിന്റെ സമാപന ദിവസത്തെ തീമായിരുന്നു മൂവിങ് വിത്ത് ഫെയ്ത്ത് ത്രൂ ദ വേൾഡ് എന്നത്. എന്നോട് പ്രസംഗിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ ഫെയ്ത്തിനെ പറ്റി ചെറുതായി ഒന്ന് പ്രിപ്പയർ ചെയ്ത് തന്നെയാണ് ചെന്നത്. വാകത്താനം ഗ്രാമപഞ്ചായത്ത് 19-ാം വാർഡ് മെമ്പറായ ഷൈനി അനിലാണ് എന്നെ ഈ പ്രഭാഷണത്തിനായി ക്ഷണിക്കുന്നത്. അപ്പോൾ ഷൈനി എന്താണ് പറഞ്ഞതെന്നോ? അവരുടെ YWCA മെമ്പേഴ്സിൽ കുറേ ആൾക്കാർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബേഴ്സാണ്. അവർക്കൊക്കെ എന്നെ കാണണം, എൻ്റെ സംസാരം കേൾക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ മറിച്ചൊന്നും ചിന്തിച്ചില്ല. അങ്ങനെ ഞാൻ വാകത്താനം വള്ളിക്കാട് ദേറായിൽ ചെന്നപ്പോൾ വെള്ള സാരിയും ബ്ലൗസും ഒരുപോലെ ഭംഗിയായി ഉടുത്ത് വെള്ളരിപ്രാവുകളെപ്പോലെ ഒരുങ്ങി വന്നിരിക്കുന്ന കുറേ സുന്ദരിമാർ, സന്തോഷവും ജിജ്ഞാസയും തുളുമ്പുന്ന മുഖവും കണ്ണുകളുമായി നിൽക്കുന്ന അവരെ കണ്ടപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. ഈ വള്ളിക്കാട് ദേറ ഒരു ആത്മീയ പ്രഭാവ കേന്ദ്രമാണ്. ഇന്നത്തെ വള്ളിക്കാട് ദേറ 1863 ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയുടെ ഒരു ചർച്ചായി വാകത്താനത്ത് പണികഴിപ്പിച്ചതാണ്. 1908 ഗീവറീസ് കരൂച്ചിറ എന്ന റമ്പാച്ചൻ ഈ പള്ളിയെ ഒരു ദേറയാക്കി മാറ്റി. അദ്ദേഹം പിന്നീട് പരിശുദ്ധ ഗീവർഗീസ് മാർ ഫിലക്സിനോസ് തിരുമേനിയായി. 1913 മുതൽ 1925 വരെ ഈ ദേറ ആയിരുന്നു കോട്ടയം ഡയസസിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. വള്ളിക്കാട് ബാവയുടെ ഖബറിടം കൂടിയാണ് ഇവിടം. 1982 ഈ ദേറ പുതുക്കി പണിത് ഇന്നത്തെ പോലെ ഇത്രയും ബ്യൂട്ടിഫുൾ ആക്കിയിരിക്കുന്നു. ഞാൻ എന്തിനാണെന്നോ ഈ ദേറയെ പറ്റി ഇത്രയും പറയുന്നത്? വളരെ ചരിത്രപ്രധാനവും അത്ഭുതങ്ങൾ നടക്കുന്നതുമായ ഈ ദേറായിൽ എൻ്റെ ആദ്യത്തെ സ്പീച്ച് കൊടുക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് ദൈവാനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിന് ദൈവത്തിന് 1000 നന്ദി പറയുകയാണ്. ഇന്ന് ഈ ദേറായുടെ ചുമതല റവറൻ ഫാദർ അലക്സാണ്ടർ പി ദാനിയലിനാണ്. ഇവിടുത്തെ ഈ വെള്ളരി പ്രാവുകളെ പറ്റി പറയാതിരിക്കാൻ വയ്യ. വാകത്താനത്ത് ഇവർ ഒരു YWCA രൂപീകരിച്ചിട്ട് ജസ്റ്റ് 1 ഇയർ ആയതേ ഉള്ളൂ. ഇവിടെ 27 മെമ്പേഴ്സാണ് ഉള്ളത്. ഇവർ വാകത്താനം പഞ്ചായത്തിൽ ചെയ്യുന്ന വികസന പരിപാടികളൊക്കെ കേട്ടിട്ട് ഞാൻ അതിശയിച്ചു പോയി. ഇവർ ഒരു പാവപ്പെട്ട ഫാമിലിക്ക് ഒരു വീട് വെച്ച് കിട്ടിയപ്പോൾ ഈ ഗ്രൂപ്പ് ആ വീട്ടിൽ വേണ്ട സാധനങ്ങൾ ഇൻക്ലൂഡിങ് ഫ്രിഡ്ജ് വരെ വാങ്ങിക്കൊടുത്ത് സഹായിച്ചു എന്നുള്ളതാണ്. ഇവർ തുടങ്ങിയിട്ട് ആകെ 1 വർഷമേ ആയുള്ളെന്ന് പറഞ്ഞല്ലോ. അവരുടെ വരുമാനമൊക്കെ ഇവരുടെ മെമ്പർഷിപ്പിലും ചിട്ടിയും ഒക്കെ കൊണ്ടാണ് ഇവരുടെ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ശരിക്കും ഊർജ്ജസ്വലതയുള്ള യങ് വിമൻ തന്നെ. ഈ ചെറുപ്പക്കാരികളുടെ കൂടെ കുറേ സമയം സംസാരിച്ചപ്പോൾ എൻ്റെ പ്രായവും പകുതി ആയതുപോലെയാണ് തോന്നിയത്. വളരെ അടുക്കോടും ചിട്ടയോടും കൂടി ഓർഗനൈസ് ചെയ്ത ഒരു പരിപാടിയായിരുന്നു YWCAയുടെ പ്രാർത്ഥനായോഗ സമാപന സമ്മേളനം. ജിനു ആയിരുന്നു MC. ഏറ്റവും അഭിമാനപൂർവ്വം സ്വാഗതം ചെയ്യേണ്ട ഒരു വ്യക്തിയാണ്. കാരണം 1000 ഉദാഹരണങ്ങൾ നമുക്ക് പറയാം. എന്നാൽ നമ്മളുടെ മുൻപിൽ ജീവിക്കുന്നതായി കാണപ്പെടുന്ന ഒരു സാക്ഷ്യമാണ് ശരിക്കും നമ്മളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കുവാൻ കഴിയും. സ്ത്രീ ശാക്തീകരണത്തെ പറ്റി നമ്മൾ പറയും, നമ്മൾ എക്സൽ ചെയ്യേണ്ട കാര്യങ്ങളെ പറ്റി നമ്മൾ പറയും, നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ പറ്റി പറയും, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കേണ്ട മൂല്യങ്ങളെ പറ്റി നമ്മൾ സംസാരിക്കും. സ്ത്രീകളുടേതായ എല്ലാ പ്രശ്നങ്ങളും മാറ്റി ശാക്തീകരിക്കപ്പെടണമെന്ന് നാം എപ്പോഴും ആഗ്രഹിക്കുന്നു. എന്നാൽ ഈ നിലകളിലൊക്കെ ശ്രദ്ധേയമായ ഒരു വ്യക്തിത്വം ഇതൊക്കെ കേട്ട് കേൾവിയല്ല, ഇതൊക്കെ നമ്മളുടെ ജീവിതത്തിൽ നമ്മളുടെ മുമ്പിൽ ജീവിക്കുന്ന സാക്ഷികളാണ് എന്നുള്ള ഒരു ബോധ്യം നമുക്ക് എപ്പോഴാണ് ഉണ്ടാകുന്നത്? അപ്പോഴാണ് ശരിക്കും നമ്മിൽ ഒരു എംപവർമെന്റ് ഉണ്ടാകും. കാരണം നമുക്കും ഈ കഴിവുകളുണ്ട്, നമുക്കും ഈ ശക്തികളുണ്ട്. അത് നമ്മൾ വേണ്ട വിധത്തിൽ വളർത്തിയെടുക്കണം എന്ന വിചിന്തനം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വരുന്നത് ഇങ്ങനെ ജീവിക്കുന്ന ചില ഉദാഹരണങ്ങളെ കാണുമ്പോൾ. മാമിനെ പറ്റി പറയുമ്പോൾ എന്നേക്കാൾ അധികം നിങ്ങൾക്ക് മാഡത്തിന് നല്ല പരിചയമാണെന്ന് എനിക്കറിയാം. കാരണം ഞാൻ ഇപ്പോൾ ഈ അടുത്ത സമയത്ത് മാമിനെ കുറിച്ച് കുറച്ച് പഠിച്ചു വെക്കുന്നതല്ലാതെ അതിനൊക്കെ മുമ്പ് തന്നെ നിങ്ങൾക്ക് പല പരിചയമുള്ള വ്യക്തിയും യൂട്യൂബ് ചാനലിൽ കൂടെ നിങ്ങൾ എപ്പോഴും കണ്ട് പരിചയപ്പെട്ടിട്ടുള്ള വ്യക്തിയുമാണ് ഡോക്ടർ ആലിസ് നായർ. നമ്മൾ വിചാരിക്കും പോലെ എന്താ പറയാ, നമുക്ക് അഭിമാനം എന്ന് എനിക്ക് പറയാൻ പറ്റുന്നു. I am feeling so proud to say that she came to us and I could share a stage with her. കാരണം അമേരിക്കയിലെ അതിപ്രശസ്തമായ ഒരു 3 യൂണിവേഴ്സിറ്റികൾ
പരിശീലിപ്പിക്കുക എന്ന് പറയുന്നത് അതിനപ്പുറം, ഈ ആതുര സേവനത്തിനപ്പുറം സമർപ്പണം ആവശ്യമുള്ള ഒരു കർത്തവ്യമാണെന്ന് വിചാരിക്കുന്നു ഞാൻ ഇവരോട്. അത്രമാത്രം അർപ്പണ മനോഭാവത്തോടുകൂടി വിദേശത്തെ 3 സർവകലാശാലകളിൽ സേവനമനുഷ്ഠിച്ച് ഇപ്പോൾ വിശ്രമജീവിതത്തിലാണ്. വിശ്രമജീവിതമെന്ന് പറയാൻ പറ്റില്ല കേട്ടോ, വിശ്രമജീവിതം ഔദ്യോഗികമാണ്. എന്നാൽ അനൗദ്യോഗികമായിട്ട് ഞങ്ങളിവിടെ ഇപ്പോൾ വളരെ എന്താ പറയാ, ഇൻഫോർമലായിട്ട് സംസാരിച്ചപ്പോ മാഡത്തിന്റെ ഏജിനെ പറ്റിയൊക്കെ ഞങ്ങൾ പറയുകയാണ്. അതിന്റെ അർത്ഥം ഈ ഫോർമലായിട്ടുള്ള റിട്ടയർമെന്റോ, ഫോർമലായിട്ട് നമ്മൾ പറയുന്ന ഈ ഏജോ, ബയോളജിക്കലായിട്ട് നമ്മൾ പറയുന്ന ഈ ഏജോ ഒന്നുമല്ല യഥാർത്ഥത്തിൽ നമ്മളുടെ വ്യക്തിത്വത്തെയും നമ്മളുടെ ജീവിതത്തെയും മുമ്പോട്ട് നയിക്കേണ്ടത്. മറിച്ച് നമ്മുടെ ചിന്തകൾ യൗവനയുക്തമായിരിക്കുക, നമ്മളുടെ വിചാരങ്ങൾ കൂടുതൽ ക്രിയാത്മകമാക്കുക, കൂടുതൽ സജീവമായി ജീവിത രംഗത്തേക്ക് ഇറങ്ങി പുറപ്പെടുക. ഇതാണ് ഒരു വ്യക്തിയെ ഏറ്റവും സൗന്ദര്യമുള്ളയാളാക്കി, ഏറ്റവും ചെറുപ്പമുള്ള യൗവനമുള്ള ആളാക്കി നിലനിർത്തുന്നത് എന്നുള്ളതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരോട് എനിക്ക് പറയാൻ വേണ്ടി അവസരം ചെയ്യാൻ നൽകുക. കാരണം മോട്ടിവേറ്റ് ചെയ്യപ്പെടാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം, എംപവേർഡ് ആകാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാവരും അങ്ങനെ ആയതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു അനുഗ്രഹം തന്നെയാണ് മാഡത്തിന്റെ സാന്നിധ്യം. ഏറ്റവും സ്നേഹപൂർവ്വം YWCയിലെ എല്ലാ അംഗങ്ങളുടെയും ഈ സമ്മേളനത്തിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ പ്രിയപ്പെട്ട ആലീസ് മാമിനെ ഈ സമ്മേളനത്തിലേക്ക് ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും. ജിനു എന്നെക്കുറിച്ച് YWC മെമ്പേഴ്സിൻ്റെ അഭിപ്രായം പറഞ്ഞപ്പോൾ ഞാൻ ആകെ പകച്ചുപോയി. എൻ്റെ വീഡിയോസൊക്കെ ഇവർക്കൊക്കെ ഇഷ്ടമാണ്, അവർക്കൊക്കെ എൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് മോട്ടിവേഷനാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്തെന്നറിയാത്ത സന്തോഷം തോന്നി. ഫെയ്ത്തിനെക്കുറിച്ചും എൻ്റെ വിശ്വാസത്തിൻ്റെ ടെസ്റ്റിമോണിയൊക്കെയാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ സ്പീച്ച് കഴിഞ്ഞ് ആശംസാ പ്രസംഗങ്ങൾ പറയുവാൻ വന്നവരെല്ലാം ഞാൻ പറഞ്ഞ വാക്കുകളൊക്കെ കോട്ട് ചെയ്ത് പറഞ്ഞപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. കാരണം എന്താണെന്നോ, എൻ്റെ വാക്കുകളൊക്കെ അവരുടെ ഹൃദയത്തിലോട്ട് ആഴ്ന്നിറങ്ങിയത് കൊണ്ടല്ലേ അവർക്കങ്ങനെ കോട്ട് ചെയ്ത് പറയാൻ സാധിച്ചത്. എനിവേ, ഞാൻ ഈ സമയത്ത് വള്ളിക്കാട് ദേറായിലെ ബഹുമാനപ്പെട്ട ഫാദർ അലക്സാണ്ടർ പി ഡാനിയൽ, ജിനു എജി, ലൈസാമ ജോർജ്, ഷൈനി അനിൽ, ജേക്കബ് കൊച്ചേരി, എജി പാറപ്പാട്, അനിൽ ജേക്കബ്, സുഷ പുന്നൂസ്, പിന്നെ മറ്റെല്ലാ YWCA മെമ്പേഴ്സിനോടും സ്നേഹവും സന്തോഷവും ഗ്രാറ്റിറ്റ്യൂഡും അറിയിക്കുകയാണ്. ദൈവം നിങ്ങളുടെ സേവനത്തെയും കരുതലിനെയും എല്ലാം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ഒരുപാട് മനുഷ്യ ജീവിതങ്ങളെ സ്പർശിക്കുവാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇതോടൊപ്പം നിങ്ങൾ എനിക്ക് സമ്മാനിച്ച മെമൻറ്റോയ്ക്കും ഗിഫ്റ്റിനുമെല്ലാം ഒരുപാട് സന്തോഷമുണ്ട്. ഗോഡ് ബ്ലസ് യു ഓൾ.